മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഇപ്പോൾ 4 ആശുപത്രികൾ, ക്ലിവൻസ് ക്ലിനിക്ക്, അതോടൊപ്പം തന്നെ ടൊറൻറ്റോ യൂണിവേഴ്സിറ്റി, ഹാവാർഡ് യൂണിവേഴ്സിറ്റി, ജോൺ ഹോപ്കിൻസ്, ഇത് 4 അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രികളാണ്. 1876 ജോൺ. ഈ 4 യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി അവിടുത്തെ ഹോപ്കിൻസിലെ അവസാന 7 വർഷം കാർഡിയോളജിയുടെ ഹെഡായിരുന്ന ആൾ മലയാളിയാണ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്. പിന്നെ എം ബി പിള്ള സാറിനെ കുറിച്ച്, അത് ഷെൽബി കുട്ടി എന്നാണ് പേര്, എം ബി പിള്ള സാറിനെ കുറിച്ച് നമുക്ക് തന്നെ ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു. ഇതുപോലെ ഇപ്പോൾ ഗൂഗിളിൽ വളരെ നല്ല പോസ്റ്റുകളിരിക്കുന്ന നിരവധി മലയാളികളുമായിട്ട് ഞാൻ പെട്ടു. അവിടുത്തെ പോലീസിൽ, അതോടൊപ്പം തന്നെ ഐ ടി രംഗത്താണെന്നുണ്ടെങ്കിൽ മലയാളികൾ തന്നെയാണ് ഐ ടി രംഗത്ത് മുഴുവൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അവർക്കിപ്പോഴും കേരളം എന്ന് പറയുമ്പോൾ കേരളവുമായിട്ടുള്ള വളരെ വലിയൊരു ബന്ധമുണ്ട്. അമേരിക്കയിലുള്ള മുഴുവൻ മലയാളി ഡോക്ടർമാരുടെയും സംഘടനയുണ്ട്, AKMG. അതിൻ്റെ സമ്മേളനം ഞാൻ ചെന്ന സമയത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ മേയർ അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവർ സമ്മേളനത്തിലൊന്ന് ചെല്ലണമെന്ന് നിരവധി ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടെ ചെന്നത് ഒരു 390 ഡോക്ടർമാരും ഇവിടെ സമ്മേളനത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ചിലർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി, മെച്ചപ്പെട്ട തൊഴിൽ സാധ്യത, ചിലർ അവിടെ കേരളത്തിൽ നിൽക്കാനുണ്ട്. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇപ്പോഴും മലയാളമെന്നും കേരളമെന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ടൈമുള്ള ഡോക്ടേഴ്സ് 3 ദിവസം വന്ന് ഈ ഹോട്ടലിൽ നിന്ന് മലയാളി ഡോക്ടർമാർ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഞങ്ങൾക്ക് വേണമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതിൽ ഏറെക്കുറെ എല്ലാ ഡോക്ടർമാരും വരികയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് മേയർ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. നിങ്ങൾ കേട്ടില്ലേ VV രാജേഷിന്റെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് എൻ്റെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പിണറായി വിജയൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി എടുക്കാം, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെയും നമ്മൾ പറയും, കുറച്ചായിട്ടല്ലേ ഉള്ളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പോ പിണറായി വിജയൻ 10 വർഷക്കാലം നമ്മുടെ കേരളം ഭരിച്ച സമയത്ത് നിരവധി തവണ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാണ് പോകുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവര് പോയിട്ട് എന്തവിടെ ചെയ്തു എന്ന് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അവിടെ പോയിട്ട് ആരെയൊക്കെ കണ്ടു എന്നുള്ളത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പിന്നെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടുത്തെ ജനപ്രതിനിധികള് പുറത്ത് എന്നല്ല, നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ എവിടെ ആരെ കാണുന്നു എന്നുള്ളത് പരസ്യപ്പെടുത്തണം എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ മര്യാദ എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയിലേക്ക് പിണറായി വിജയൻ ഒരുപാട് തവണ, അതിൽ ചികിത്സക്കുൾപ്പെടെ പോയിട്ടും ഇന്നേ വരെ അതിന്റെ എന്തെങ്കിലും തരത്തിൽ ഒരു ഉപകാരം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടില്ല. ഇനി VD സതീശൻ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഈ അടുത്തല്ലേ ഹെലികോപ്റ്ററിൽ ഒരു യാത്ര ചെയ്തിട്ട്, നമ്മുടെ എറണാകുളത്തേക്ക് ഒരു യാത്ര ചെയ്തിട്ട്, ഞാൻ വലിയ ബിസിനസ്സുകാരെ കാണാനാണ് പോയിട്ടുള്ളത്, അതാരാണ് എന്ന് ഞാൻ പറയില്ല എന്ന് മലയാളികളുടെ മുഖത്ത് നോക്ക് VD സതീശൻ കൊഞ്ഞനം കുത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. എന്നാൽ കോർപ്പറേഷൻ മേയർ, ഞാൻ അമേരിക്കയിൽ പോയി, ഞാൻ അവിടെ കണ്ട ഓരോ കാര്യങ്ങളും അദ്ദേഹം എടുത്ത് കേരള ജനതയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇദ്ദേഹം പറഞ്ഞില്ലേ 300 ഡോക്ടർമാരുടെ, അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഏതൊരു വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലും അവിടെയുള്ള മലയാളികൾ 1000 തവണ എന്തിനും നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി തയ്യാറാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. ഇക്കാലം അത്രയും കേരളം UDFും LDFും നമ്മുടെ കേരളം ഭരിച്ച സമയത്തൊക്കെ തന്നെ UDFും LDF ഒക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പിരിവിന് പോയ കഥയല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ VV രാജേഷ് പോയി 300 ഡോക്ടർമാർ, അതായത് വിവിധ മേഖലകളിലെ വിവിധ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കണ്ടിട്ട് ഒരു 300 ഡോക്ടർമാരെ കണ്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സ്ഥലമുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വിളപ്പിൽശാല 50 ഏക്കർ പ്രോപ്പർട്ടി കോർപ്പറേഷൻ ഉണ്ട്. അതിൽ നിന്നും കുറച്ച് സ്ഥലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ലോകോത്തര നിലവാരമുള്ള ചികിത്സാ കേന്ദ്രം, റിസർച്ച് സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ച് തിരുവനന്തപുരത്ത് കുറേ കാലമായി ചർച്ച നടക്കുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ സഹകരണത്തോടുകൂടി ഇടപെടലോടുകൂടി അത് സാധ്യമാക്കി എടുക്കാമെങ്കിൽ MP പിള്ള സാർ ഉൾപ്പെടെയുള്ളവർ മുൻപിൽ നിന്ന് നയിക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർക്കും നേതാക്കന്മാർക്കും ഒക്കെ ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ കിട്ടുമ്പോൾ നമ്മുടെ സാധാരണക്കാരനും അത് കിട്ടുന്ന രീതിയിൽ ഉള്ളൊരവസ്ഥ കേരളത്തിലുണ്ടാവണം. നമ്മളെന്തിന് മടിച്ചിരിക്കണം, എന്തിന് കാത്തിരിക്കണം? നമ്മുടെ മലയാളികളിൽ അവിടെ പോയി ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതായത് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗസ്ഥര്, ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ
വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ചികിത്സക്കൊക്കെ തന്നെ. പിണറായി വിജയൻ ഉൾപ്പെടെ പോയിട്ടുണ്ട്. എന്നാൽ അതേ വിദേശ രാജ്യത്തുള്ള ആ ചികിത്സ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് വി രാജേഷ് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഇതിനി കേരള സർക്കാർ കൃത്യമായിട്ട് പിന്തുണ കൊടുക്കണം. BJP ഭരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് നല്ലതാണെങ്കിലും UDF സർക്കാർ എതിർത്ത് നിൽക്കുമെന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാലോ. വന്ദേ മാതരത്തെ പോലും അന്ന് ബ്രിട്ടീഷുകാർ ജയിലിൽ അടയ്ക്കുന്നത് പോലെ ഇന്ന് കേരളത്തിലെ UDF സർക്കാരിന് വന്ദേ മാതരം കേട്ടാൽ പോലും ഭയമാ, പേടിയാ. അതാണല്ലോ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കാത്തത് നമ്മുടെ കേരളത്തിലെ. അപ്പൊ ഇവന്മാര് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി അന്താരാഷ്ട്ര നിലവാരമുള്ള അമേരിക്കയിലൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉപയോഗിച്ച് ഇവിടേക്കൊരു BJPയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഇവന്മാരെതിരെ നിൽക്കും. എന്തൊക്കെ തന്നെയായാലും വി രാജേഷ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയാം. വി രാജേഷ് ഇപ്പോ തലസ്ഥാന നഗരിയിലെ ഒരു കോർപ്പറേഷന്റെ മേയർ മാത്രമാണ്. അദ്ദേഹത്തെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കേരള ജനത വിചാരിച്ചാൽ മതി, പ്രശ്നം അവിടെ തീരും. BJP കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ ഇതൊക്കെ സ്പോട്ടിൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോ വി രാജേഷ് UDFന്റെ പിന്നാലെ ഒരുപാട് നടക്കണം ഈ ഒരു വികസനം നടക്കാൻ വേണ്ടിയിട്ട്. അത് UDF സർക്കാർ എത്രത്തോളം അനുകൂലമായിട്ട് നിൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും വി രാജേഷിന്റെ അമേരിക്കൻ യാത്ര കൊണ്ട് നമ്മുടെ കേരളത്തിന് പ്രത്യേകിച്ച് തലസ്ഥാന നഗരിക്ക് വലിയ വികസനങ്ങളുടെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹം മിസോറി കോർപ്പറേഷനിൽ, അമേരിക്കയിൽ ഒരു കോർപ്പറേഷനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ സന്ദർശനം നടത്തുന്ന സമയത്തുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് അമേരിക്കയിൽ പോയിട്ട് ചെയ്തത് അതൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മിസോറി കോർപ്പറേഷനിൽ പോയിട്ട് അവിടെയുള്ള ഈ തെരുവ് നായ ശല്യത്തേക്ക് അവിടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, മാലിന്യ പ്രശ്നം എങ്ങനെയാണ് അവിടെ കൈകാര്യം ചെയ്തത്, അതേ രീതി എങ്ങനെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കും, അന്താരാഷ്ട്ര ലെവലിൽ അമേരിക്കയിൽ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ തലസ്ഥാന നഗരിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിന് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യ, UDFും LDFന്റെയും നേതാക്കന്മാര് അമേരിക്ക മുതൽ ഗൾഫ് രാജ്യങ്ങൾ മുതൽ സകല സ്ഥലത്തും പൊതുപണം എടുത്തു പോവാറുണ്ട്. വി രാജേഷിന്റെ നല്ല കേട്ടോ പറയുന്നത്. അതായത് UDFന്റെയും LDFന്റെയും നേതാക്കന്മാർ പൊതുപണം എടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിരവധി സന്ദർശനങ്ങൾ നടത്തിയിട്ട് എന്താണ് നമ്മുടെ കേരളത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്? UDFും LDFും ഒരുപാട് കേരളം ഭരിച്ചല്ലോ, അവർക്ക് നേരിട്ട് ചെയ്യാമായിരുന്നല്ലോ സകലതും. വി രാജേഷ് പോയ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിനവിടെ ജോലി ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ള മലയാളികൾ ഏത് തരത്തിലുള്ള സേവനത്തിനും തയ്യാറാണ് എന്നും പറയുന്നുണ്ട്. ഇനി UDF സർക്കാർ വി രാജേഷ് പറഞ്ഞ കാര്യങ്ങളോട് എത്ര കണ്ട് ഒപ്പം നിൽക്കുമെന്നാണ് നമ്മൾ മലയാളികൾ കാത്തിരിക്കേണ്ടത്.